ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു റീല് കണ്ടു. ആ റീല് ആ റീലൊരു മുംബൈയിലൊരു ചെക്കൻ മെട്രോയിൽ പൊക്കോണ്ടിരിക്കുക. അവൻ മെട്രോയിൽ നിന്നിട്ട് ബുക്ക് വായിക്കുക. ആ റീലിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാ: ഇഫ് യു എവർ സി എ പേഴ്സൺ റീഡിങ് ദിസ് ബുക്ക്, ഗോ ആൻഡ് ഗീവ് ദം എ ഹഗ്. ഇതാണ് എന്റെ ക്യാപ്ഷൻ. അപ്പൊ ഈ ചെക്കൻ ബുക്ക് വായിക്കുക. അവന് ബുക്കിന് നടുവിൽ അവിടെ എത്തിയിട്ടുണ്ട്. അവൻ നേരെ ബുക്ക് അടച്ചു, ബുക്കിന്റെ സൈഡിലേക്ക് വെച്ചു, രണ്ട് കൈ എടുത്ത് നേരെ കണ്ണ് പൊത്തി അവൻ കിടന്ന് കരയാ. മുംബൈ മെട്രോയിൽ ഇരുന്നിട്ട് അവൻ കരയാണ്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോയിൽ നിന്നിട്ട് അതൊരു ചെക്കൻ ബുക്ക് വെച്ചിട്ട് കരയാ. അപ്പോൾ അതേതാ ബുക്ക് എന്ന് പറയാനായിട്ട് ഞങ്ങൾ തപ്പി നോക്കിയപ്പോൾ ഓൺലൈനിലൊക്കെ സ്റ്റോക്കൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ പിന്നെ വാങ്ങാൻ വെച്ച് ഇട്ടു. പിന്നെ എനിക്ക് ആലുവയിൽ വെച്ചിട്ട് ഒരു കടയിൽ എനിക്ക് ബുക്ക് കിട്ടി. ആ കടയിൽ ലാസ്റ്റ് സ്റ്റോക്ക് ആയിരുന്നു. ഞാൻ വാങ്ങിച്ചു, ബുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു. ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു 7-8 മണിക്കൂർ, 8 മണിക്കൂറിനകത്ത് ഞാൻ ബുക്ക് മൊത്തം തീർത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു ബുക്ക് വായിച്ചു തീർക്കണേ. ആ ഞാൻ ആ ബുക്ക് എന്ന് പറയാം, ഋത്വിക് സിംഗ് എഴുതിയ ഡിഡ് യു എവർ ലവ് മീ എന്ന് പറഞ്ഞ ബുക്കാണ്. ഈ ബുക്ക് സെയിം ബുക്കാ. നമുക്ക് ഈ ബുക്കിന് വേണ്ടി നോക്കാം. ഈ ബുക്കിൽ ഋത്വിക് സിംഗ് എന്ന് പറഞ്ഞ ഈ ഓതർ, ആളെ ലൈഫിൽ കുറെ കാര്യത്തിൽ കടന്നു പോയിട്ടുണ്ട്, കുറെ വിഷമങ്ങൾ സംഭവങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളെ എത്ര കാര്യത്തിൽ കടന്നു പോകുന്ന ഏകദേശം നമുക്ക് എഴുതി കിട്ടും ഫസ്റ്റ് പേജ് വായിക്കുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ ആള് നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കും, കൈ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകും. ആളനുഭവിച്ച അല്ലെങ്കിൽ ആള് ഫീൽ ചെയ്ത സംഭവത്തേക്ക് അങ്ങനെ കൊണ്ടുപോകും. ഒരു വേറൊരു വേൾഡ് അത്. ആ വേൾഡിൽ നമ്മൾ ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഫീൽ ചെയ്യും. പിന്നെ അങ്ങോട്ട് അങ്ങനെ ഒരു യാത്രയാ. ഞാൻ ഭയങ്കര പോയിറ്റിക് അറിയാം, പക്ഷെ ഈ ബുക്ക് അങ്ങനെയാണ്. ഈ ബുക്കിനെ എനിക്ക് വേറെ വാക്കിൽ പറയാനില്ല എനിക്ക്, കാരണം അസീന. ഓക്കെ, ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് നിങ്ങൾ ഈ ബുക്ക് വായിക്കണം? വൈ ഷുഡ് യു റീഡ് ദിസ് ബുക്ക്? ഫസ്റ്റ് റീസൺ പറയുകയാണെങ്കിൽ, ദിസ് ബുക്ക് ഈസ് ഫോർ യുവർ ഹാർട്ട്. ഈ ബുക്കിലെ ഈ ബുക്ക് എന്ന് പറയുന്നത് കുറെ പോയംസിന്റെ ഒരു കളക്ഷനാണ്. കുറെ പോയംസ് ഉണ്ട്. ചില പോയംസ് ഒക്കെ 2 ലൈൻ 4 ലൈൻ അത്ര പോയംസ് ഉള്ളൂ. പക്ഷെ ഈ 4 ലൈനേഴ്സും 2 ലൈനേഴ്സും ഉണ്ട്. ചില സാധനങ്ങൾ അത് വായിക്കുമ്പോണ്ടല്ല, അത് വായിക്കുമ്പോൾ കൊള്ളുന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചു നല്ല ബാഡല്ല, ഒരു കൊള്ളും അങ്ങോട്ട് മനസ്സിനകത്ത് തന്നെ കൊള്ളും. കുറച്ച് ബുക്ക് അടച്ച് ഇങ്ങനെ വെക്കും നമ്മൾ, കുറച്ച് നേരം വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഓക്കെ അത് പ്രോസസ്സ് ചെയ്യും, പിന്നെ വീണ്ടും ഇരുന്ന് വായിക്കും. എന്നുവെച്ചാൽ നിർത്തി വെക്കാൻ തോന്നുള്ള, പക്ഷെ വായിക്കുമ്പോൾ ഒരു മാതിരി കൊള്ളല. ചിലപ്പോ നിങ്ങളുടെ ഹാർട്ടിനത് ഹീൽ ചെയ്യാം, ചിലപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ ഹാർട്ടിന് ഹീൽ ചെയ്യാം, ചിലപ്പോൾ നിങ്ങളുടെ ഹാർട്ടിനത് നിങ്ങൾ ഇല്ലാണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ടും ചെയ്യാം. എനിക്ക് ലാസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ സ്ഥലത്ത് നിങ്ങൾ ഇല്ലാണ്ടാക്കി, ചില സ്ഥലത്ത് ഹീൽ ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നിർത്തി വെക്കാനും പറ്റണല്ല, നിങ്ങൾ വായിച്ച് നിങ്ങൾ പൊക്കോണ്ടിരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു മോഡ്. ഇതാണ് ഫസ്റ്റ് റീസൺ. ഓക്കെ, അടുത്ത റീസൺ റിലേറ്റബിലിറ്റിയാണ്. ഓക്കെ, സെക്കൻഡ് റീസൺ റിലേറ്റബിലിറ്റി. ഈ ബുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഇന്ത്യൻ പ്രമേസാണ്. എന്ന് വെച്ചാൽ മൊത്തം ഇന്ത്യയിൽ നടക്കുന്ന സ്റ്റോറീസാണ് മൊത്തത്തിൽ. കഥ ഐ മീൻ പോയംസ് മൊത്തം ഇന്ത്യയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പറയണത്. ഇതിൽ നോർത്ത് ഇന്ത്യയാണ് മെയിനായിട്ടും, പക്ഷെ നമുക്ക് ആ മൊത്തത്തിൽ ഇന്ത്യൻ ടച്ച് നമുക്ക് നന്നായി കിട്ടും. കുറെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളായിട്ട് നമുക്ക് കുറെ ടച്ച് കൊണ്ട് കിട്ടും. മൊത്തത്തിൽ ഒരു ഇതായിട്ട് വൈബായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ, അതായത് ഒരു 90s അല്ലെങ്കിൽ ഒരു 2000 ആ കാലഘട്ടം ജീവിക്കുന്ന പിള്ളേർക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം അങ്ങനത്തെ സ്റ്റൈലാണ് മൊത്തം എഴുതിയേക്കുന്നതും. അവർക്ക് കിട്ടാവുന്ന കുറെ ഇൻസിഡൻസിന്റെ ബേസിലാണ് ഇങ്ങനെ പോയംസ് കുറെ ആൾ എഴുതിയേക്കുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര റിലേറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ആണ് മെയിൻ ഫാക്ടർ. ഞാൻ പറയുന്നത് നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ പ്രമേഴ്സ് ആണ് ഒരു പോയാണെങ്കിൽ കൂടെ നമുക്ക് അങ്ങനത്തെ റിലേറ്റ് ചെയ്ത് നമുക്ക് ആ രസത്തിന് വായിക്കാൻ പറ്റും. ആ സെക്കൻഡ് കാര്യം. തേർഡ് റീസൺ എന്ന് പറയുന്നത് ചെറിയൊരു ബുക്കാണ്. ആണ്ടാ, ഈ ബുക്ക് എനിക്ക് തോന്നുന്നു 10-200 താഴെ അല്ലെങ്കിൽ ആ റേഞ്ച് പേജ് ഉള്ളു ഈ ബുക്കിൽ. പിന്നെ പോരാഞ്ഞിട്ട് ഈ ബുക്കിൽ എന്ന് പറയുമ്പോൾ കുറെ പടങ്ങളും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വരച്ചിട്ടാണ് അത് പോയേക്കണത്. എന്നുവെച്ചാൽ പിള്ളേർക്കുള്ള ബുക്കല്ലാട്ടത്. പടങ്ങളൊക്കെ ഉണ്ടെന്ന് പിള്ളേർക്കുള്ള ബുക്ക് ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറെ ഡ്രോയിങ്സും പിന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഫുൾ ഈ ബുക്ക് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് ആണ് ഈ ബുക്ക്. ഇതിന്റെ കവറാണെങ്കിലും ഇതിന്റെ സൈഡൊക്കെ ആണെങ്കിലും ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര രസമാണ്. പിന്നെ പോരാഞ്ഞിട്ട് ചെറിയൊരു ബുക്കാണ്. ബുക്കിലുണ്ടെങ്കിൽ ചെറിയ ബുക്കാനും കൂടെ കുറെ അങ്ങനെ എഴുതിയിട്ടില്ല, കുറച്ച് ലൈൻസ് ഒക്കെ ആയിട്ട് കുറച്ച് ചെറിയ ബുക്കാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാനും പറ്റും. അപ്പൊ നിങ്ങളിപ്പോൾ റീഡിങ് സ്റ്റമ്പിലൊക്കെ വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബുക്ക് വായിച്ചെടുക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ ഞാൻ എന്തായാലും ബുക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. കാരണം ബുക്ക് ഭയങ്കര ഹുക്കിംഗ് ആണ്. അപ്പോൾ ഫീൽ ചെയ്യിപ്പിക്കുമെങ്കിൽ ഈ ബുക്ക് ഭയങ്കര ഹുക്കിംഗ് ആണ്. നമ്മൾ ബുക്ക് തന്നെ വായിച്ചു പോക്കോളും. നമുക്ക് ബുക്ക് തീർന്നു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പെട്ടെന്ന് നല്ലൊരു ബുക്കാണത്.
അപ്പോൾ ഓക്കെ, അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്യാം. അപ്പോൾ 3 റീസണാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഈ ബുക്ക് അത് ഹാർട്ടിനുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ബുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. മൂന്നാമത്തെ കാര്യം ചെറിയൊരു ബുക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ ഓവറോൾ ഇത് നല്ലൊരു ബുക്കാണ്, അതിന് സീനായ ഒരു ബുക്കാണ്. നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിലാളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്, കാരണം ഇത് ഫുള്ള് ലവ് സ്റ്റോറി ആ ഒരു ബേസിലുള്ള ബുക്കാണെന്ന് ജഡ്ജ് ചെയ്തത്. കാരണം പലതരം റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ അച്ചാച്ചൻ അമ്മാമ, അല്ലെങ്കിൽ അച്ഛനമ്മ, ഇവർക്ക് എല്ലാവർക്കായിട്ട് നമുക്ക് ബോണ്ട് ഉണ്ട്. ഇയാൾക്കുള്ള ഈ ബോണ്ടിനെ പറ്റി അതിന്റെ ഓരോ ന്യൂആൻസുകൾ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എടുത്ത് പറയാൻ മാത്രമല്ല നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് പ്രത്യേക ഒരു കഴിവാണ്. നമുക്ക് ഓരോ ന്യൂആൻസ് അങ്ങനെ ഫീൽ ചെയ്ത് നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്ത്. ഇപ്പോൾ അച്ചാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ചാച്ചനെ പറ്റി ഓർമ്മ വന്ന് നമുക്ക് അങ്ങനെ റിലേറ്റ് അങ്ങനെ വായിച്ച് പോകാൻ എൻ്റെ ബുക്കാണ്. നല്ലൊരു റീഡാണ്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. വായിക്കാൻ പോവാണെങ്കിൽ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.